പഠിക്കാതെയൊക്കെ പലപ്പോഴും ഇങ്ങനെ വല്ലപ്പോഴും വരുമ്പോൾ ഇങ്ങനെ പിള്ളേർ പഠിക്കാതെ നടക്കുമ്പോൾ കാണുമ്പോൾ പിള്ളേർ വരുമ്പോഴത്തേക്ക് പറയും ബാവേ അവർക്ക് ഇച്ചിരി കൂടുതൽ ചോറൊക്കെ കൊടുക്കും. അവർ ടി വി ആണെങ്കിൽ ക്ഷീണിച്ചിരിക്കുക. പിന്നെ ഒരു വലിയ സൈക്കോളജി ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് അന്നും മനസ്സിലായി, ഇപ്പോഴാണ് എനിക്ക് അതിൻ്റെ മനസ്സിലാകുന്നത്. മറിക്കുട്ടി മൂത്ത മോളാണ്. അവൾ ഒരു 8ാം ക്ലാസ് 6ാം ക്ലാസ്സിന് പഠിക്കുമ്പോൾ പറയും, പിള്ളേരിൽ ആരെങ്കിലും ഒരാൾ 60% കൂടുതൽ മാർക്ക് വാങ്ങിച്ചാൽ അടികൊള്ളു. പുള്ളി നുള്ളി തോച്ചു പോലില്ലേ പിള്ളേർ, പക്ഷെ പറയുന്നേക്ക് അപ്പോൾ എല്ലാവരും ചിരിക്കും. അത് മോളെ 9ാം ക്ലാസ്സിലൊക്കെ ആയിക്കഴിഞ്ഞത്തേക്ക് അത് 80% ആയി. 80% മാർക്ക് ആരെങ്കിലും കൂടുതൽ വാങ്ങിച്ചാൽ ആർക്കും അടികൊള്ളും. പക്ഷെ പിന്നെ എനിക്ക് അതിൻ്റെ സൈക്കോളജി മനസ്സിലാകുന്നത്, ജീവിതത്തിലെ ഈ പരീക്ഷ എഴുതി ജയിക്കുന്നത് മാത്രമല്ല, നമ്മുടെ ജീവിത ജയപരാജയങ്ങൾ അതിനെ ആശ്രയിച്ച് മാത്രമല്ല ഇരിക്കുക. അതൊരു പരീക്ഷയാണ്, അത് ഒന്നും പോവും. അതത്ര ലൈറ്റായിട്ട് നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്. ടെൻഷൻ കൊടുക്കാതിരിക്കുക. പിള്ളേർക്ക് പരീക്ഷയുടെ ടെൻഷൻ പല പേരൻസ് കൊടുക്കുമല്ലോ, അങ്ങനെ വായിക്കണം ഇങ്ങനെ, പിള്ളേരെ ടെൻഷൻ കൂടുക. ആ ടെൻഷൻ കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞത്. അതെനിക്ക് പിന്നെ ആലോചിച്ചപ്പോഴാണ് അതിൻ്റെ സൈക്കോളജി മനസ്സിലായത്. അച്ഛൻ പലപ്പോഴും എല്ലാ ആഘോഷങ്ങൾക്കും പങ്കെടുക്കുകയും കുടുംബത്തിന് അദ്ദേഹത്തിന് പലപ്പോഴും സമയം കൊടുക്കാൻ പറ്റാതെ ഇരിക്കുന്നില്ല എന്നൊക്കെ അഭിമുഖത്തിൽ പറയുന്നത് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. മകൻ എങ്ങനെയാണ്? മോനെ ഉമ്മൻചാണ്ടിയെക്കാട്ടി കുറച്ചുകൂടെ മോശമെന്ന് പറയാം. ഉമ്മൻചാണ്ടി എവിടെ പോയാലും പിന്നെ അത് അമ്മയും ഭാര്യയും വ്യത്യാസമുണ്ട്. എന്നെ വിളിച്ചിരിക്കും, ഒരു 10 സെക്കൻഡ് ഞാൻ അവിടാണെന്ന് പറയും. മകനോട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് മകൻ കൃത്യമായിട്ട് എല്ലാവരും വായടുപ്പിക്കുന്ന മറുപടി പറയാറുണ്ട്, പ്രത്യേകിച്ച് കല്യാണത്തിന്റെ കാര്യത്തിലൊക്കെ. സാധാരണ അമ്മമാരോട് ഈ ചോദ്യങ്ങൾ ഉണ്ടാവുമല്ലോ, അവരോട് എന്ത് മറുപടിയാ പറയാറ്? ഒന്നിനൊഴിഞ്ഞു മാറുമോ, അല്ലെങ്കിൽ എന്തായാലും ഒരു പ്രോഗ്രസ് ഉണ്ടായിട്ടില്ല. കല്യാണമൊക്കെ ഒരുപാട് ആലോചിച്ചിട്ടുണ്ട്. ഫേമായിട്ട് ഡിസിഷൻ വരണം. അത് ആ ഭാഗത്തുനിന്ന് ഉണ്ടാവും. പിന്നെ കല്യാണമല്ലേ മോനെ, എല്ലാം കൂടെ ഒത്തുവരണ്ടേ. സാറും മാമുമായിട്ടുള്ളായിരുന്ന ഒരു കത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന ഒരു എപ്പിസോഡിനെ പറ്റി വായിച്ചിട്ടുണ്ട്. അപ്പം ഇലക്ഷന്റെ തിരക്കിലാണ് പ്രാർത്ഥനയിൽ ഓർക്കണേ, പ്രാർത്ഥിക്കുമല്ലോ എന്നുള്ളതാണ് ആദ്യത്തെ വരിക. അതിനകത്ത് വല്ലാത്തൊരു ഫ്രണ്ട്ഷിപ്പ് കൂടി ഉണ്ട്, ഒരു കമ്പാനിയൻഷിപ്പ് കൂടി ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ഏരിയ മിസ്സാവില്ലേ എന്ന് മകനോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മോനെ അതിനെക്കാട്ടൊക്കെ പുതിയ ജനറേഷൻ അല്ലേ. ഞങ്ങളുടെ കാലത്തെ കത്തും ഈ ലാൻഡ് ഫോണൊന്നും വേണ്ടല്ലോ. എനിക്ക് സൂക്ഷിക്കാനൊന്നുമില്ല. അത് നമ്മൾ തെറ്റായിട്ടൊന്നും പറയുന്നില്ല. ഇവർക്ക് നിങ്ങളെ സോ പിടിക്കാനൊന്നും പറയുന്നില്ല. വാട്ട് ഈസ് ഇറ്റ്? ഇപ്പോൾ അദ്ദേഹം പല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ജനസമ്പർക്ക പരിപാടിയൊക്കെ പോലെ ജനങ്ങളിലേക്ക് നേരിട്ട് ഇറങ്ങുന്ന ഒരുപാട് പ്ലാനുകൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അതാണ് മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനെ മാറ്റി നിർത്തിയത് പ്രധാനപ്പെട്ട ഘടകവും. ചാണ്ടിയുപ്പൻ അങ്ങനെ സ്വയം രൂപകൽപ്പന ചെയ്ത ചില പദ്ധതികളൊക്കെ മനസ്സിലുണ്ട്. അതാണ് എൻ്റെ മണ്ഡലത്തിൽ ഞാൻ ഈ ഡ്രഗ്സിനെതിരെയുള്ള ഒരു ക്യാമ്പയിനായിട്ട് ഞാൻ MLA ആയപ്പോൾ തൊട്ട് തുടങ്ങിയതാണ്. അന്നാണ് ഈ സ്പോർട്സ് നമ്മൾ പ്രാധാന്യം കൊടുത്ത് നമ്മൾ ആദ്യം ഒരു സ്പോർട്സിൻ്റെ ടർഫ് ഉണ്ടാക്കി. പിന്നെ ഇപ്പം ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ സ്പോർട്സിൻ്റെ ഫുട്ബോളിൻ്റെ ട്രെയിനിങ് ഡോൺ ബോസ്കോ സ്കൂൾസുമായിട്ട് ചേർന്നുകൊണ്ട് പുതുപ്പള്ളി മാത്രമല്ല കോട്ടയത്തിന് മൊത്തമായിട്ട് 5 സെൻറ്റേഴ്സ് തുടങ്ങി. നമ്മൾ മെയ് 4 തുടങ്ങുകയാണ്. മഹാരാഷ്ട്ര ഗവർണർ ശ്രീ CP രാധാകൃഷ്ണനാണ് വന്ന് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ അങ്ങനെ നമ്മൾ സ്പോർട്സിനെ ബേസ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ. പിന്നെ തണ്ണൂരവും എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഞങ്ങളുടെ മണ്ഡലത്തിൽ. അതിനെ ഒരു വാട്ടർ സ്പോർട്സിൻ്റെ സെൻ്ററാക്കാൻ ഞാൻ 25 ലക്ഷം കൊടുത്തു. അതുപോലെ തന്നെ അവിടെ കുറച്ച് ഒരു ആക്ടിവിറ്റീസ് തുടങ്ങാനുള്ള പ്ലാൻ. അപ്പോൾ സ്പോർട്സിനെ ബേസ് ചെയ്താണ് നമ്മൾ മണ്ഡലത്തിനെ ഇപ്പം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അതുപോലെ IT അവിടെ കൊണ്ടുവരുന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അതങ്ങോട്ട് ഫോർവേഡ് പോയിട്ടില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തു. ഉമ്മൻചാണ്ടി സാറിന് ഒരു ഏകദേശം 20 വർഷക്കാലം പല പാർട്ടികൾ രാഷ്ട്രീയപരമായിട്ടൊക്കെ വേട്ടയാടിയ സന്ദർഭങ്ങളുണ്ട്. അപ്പോഴൊന്നും ആടി ഉലയാതെ ചിരിച്ച മുഖത്തോടു കൂടിയിട്ടാണ് മാധ്യമങ്ങളെയൊക്കെ അഭിമുഖീകരിച്ചിട്ടുള്ളത്. സത്യം എന്തായാലും പുറത്തേക്ക് വരും. ഇതിന് സുതാര്യതയുണ്ടെന്ന് പറഞ്ഞ് ക്ലിഫ് ഹൗസിലെ ക്യാമറകൾ ഉൾപ്പെടെ ഏതൊരാൾക്കും കാണാൻ പറ്റാവുന്ന രീതിയിൽ കാണിച്ച മുഖ്യമന്ത്രിയാണ്. ആ ഒരു വിശ്വാസം ഉണ്ടല്ലോ, അതായത് തെറ്റ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം. തെറ്റ് ചെയ്യൽ ശിക്ഷിക്കപ്പെടും, തെറ്റ് ചെയ്യൽ ശിക്ഷിക്കപ്പെടത്തില്ല. ആ ഒരു ബോധ്യം ഉറച്ച വിശ്വാസം ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായിരുന്നു. ചെറിയ വിശ്വാസമൊന്നുമില്ല, ഭയങ്കര വിശ്വാസം, കഠിനമായ വിശ്വാസം. അല്ലെ ആടി ഉലയത്തില്ലേ, ആടി ഉലഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല ഒരിക്കൽ പോലും ഒരാളെ, ഇവൻ സരിതരിശു വന്നില്ല, സരിതയെപ്പോലും എന്തെങ്കിലും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല എന്നുള്ളതിൻ്റെ സത്യം. ഈ പ്രതികൾക്ക് എതിരെ കാണിച്ചിരുന്ന ഒരു ബഹുമാനം ഉണ്ടല്ലോ സാർ, അത് ചാണ്ടിയുമ്മലിൽ നിന്നും ഭാവിയിൽ പ്രതീക്ഷിക്കാം? പ്രതിരോധമില്ലാതെ മുന്നോട്ട് പോവുകയാണ്.
ഉണ്ടാവും. പ്രതിരോധിച്ചിരിക്കും, പക്ഷെ ഞങ്ങളുടെ രീതിയിൽ പ്രതിരോധിക്കും. അദ്ദേഹം പ്രതിരോധിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ രീതിയിൽ അദ്ദേഹം ശക്തമായി പ്രതിരോധിച്ചിട്ടുണ്ട്. അദ്ദേഹം അസംബ്ലിയിൽ കൃത്യമായിട്ട് സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. അദ്ദേഹം വിഴിഞ്ഞം പോർട്ട് വന്നപ്പോഴും ഈ ആരോപണങ്ങൾ വന്നപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ് എന്തായിരുന്നു? അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല, തെറ്റ് ചെയ്യാത്ത അദ്ദേഹത്തിൻ്റെ ഡിഫൻസ് ആയിരുന്നു. ആ ഡിഫൻസ് കാലം തെളിയിച്ചിരിക്കുന്നു സത്യമാണെന്നുള്ളത്. അപ്പോൾ ഡിഫൻസ് ഇല്ലാതെ ഒരിക്കലും പോകത്തില്ല. ചിലപ്പം ഒഫൻസ് കൂടെ കാണും. അത് കൊള്ളാം. ഈ പുതിയ കാലത്ത് ഇപ്പോൾ രാഷ്ട്രീയ പ്രതീക്ഷകളായിട്ട് ഒരുപാട് പേര് കോൺഗ്രസിൽ വളർന്നു വരുന്നുണ്ട്. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്, ഷാഫി പറമ്പിലുണ്ട്. ഇവരൊക്കെ ആയിട്ടുള്ള ഒരു ചർച്ചകൾ അല്ലെങ്കിൽ ഇവരൊക്കെ ആയിട്ടുള്ള ഒരു മുന്നോട്ട് പോക്ക്, അങ്ങനെയുള്ള ഒരു സംസാരങ്ങൾ ഉണ്ടാവാറുണ്ടോ? അല്ല, തീർച്ചയായിട്ടും എല്ലാവരും സഹപ്രവർത്തകരാണ്. ഇപ്പോൾ രാഹുലാണെങ്കിൽ എൻ്റെ കൂട്ടത്തിൽ ഒരേ ബെഞ്ചിലാണ് ഞങ്ങൾ അസംബ്ലിയിൽ ഇരിക്കുന്നത്. ഷാഫി ആണെങ്കിലും ഞങ്ങൾ 10-15 വർഷത്തെയെങ്കിലും പരിചയവും അടുപ്പമൊക്കെ ഉണ്ട്. അപ്പം വിഷ്ണുനാഥ് ആണെങ്കിലും അതല്ല സനീഷ് ആണെങ്കിലും ഞങ്ങളെല്ലാം ഒരേ കാലഘട്ടത്തിൽ, അവർ സീനിയേഴ്സായിട്ട് ഞങ്ങൾ ജൂനിയേഴ്സായിട്ടൊക്കെ വളർന്നു വന്നവരാണ്. അപ്പം ഞങ്ങളെല്ലാം ഒരേ, ബൽറാം ആണെങ്കിലും എല്ലാം, ഞങ്ങൾ ഹൈബി ആണെങ്കിലും ഡീൻ ആണെങ്കിലും ഞങ്ങളെല്ലാം ഒരേ, എന്താ പറയുക, ഒരേ കാലഘട്ടത്തിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്ട്സ് ആണ് യൂത്ത് കോൺഗ്രസിൻ്റെയും അതേപോലെ KSUവിൻ്റെയും. അതുകൊണ്ട് ഞങ്ങൾക്കെല്ലാം തമ്മിൽ ഒരു പ്രശ്നത്തിൻ്റെയും കാര്യമില്ല. ഞങ്ങൾ ഈ കോൺഗ്രസിൻ്റെയോടൊപ്പം സഞ്ചരിക്കുന്ന വ്യക്തികൾ. ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പോലും എതിർ പാർട്ടി ഉണ്ടായിരുന്ന നേതാക്കളുമായിട്ട് വലിയ രീതിയിലുള്ള സൗഹൃദമൊക്കെ കാത്തു സൂക്ഷിച്ചിരുന്ന മനുഷ്യനാണ്. ഇപ്പോഴും ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഭാര്യ എന്നുള്ള ബഹുമാനത്തോടുകൂടി വിളിക്കുകയും വിശേഷങ്ങൾ തിരക്കുകയും ചെയ്യുന്ന മറ്റൊരു പാർട്ടിയിലെ നേതാവ് ആരായിരിക്കും? ഏറ്റവും അടുപ്പ തോന്നുന്നത് പന്ന്യൻ രവീന്ദ്രൻ തന്നെയാണ്. വിളിച്ചന്വേഷിക്കുക എന്നുള്ളതല്ല, നമ്മളെ കാണുമ്പോൾ ആ സ്നേഹം നമ്മുടെ മനസ്സത് തിരിച്ചറിയും. ഉമ്മൻചാണ്ടി എനിക്ക് താരതമ്യപ്പെടുത്താവുന്ന ഒരാളായിട്ട് തോന്നിയിരിക്കുന്നു പന്ന്യൻ രവീന്ദ്രൻ. ഈ സോ സിമ്പിൾ. എനിക്ക് അദ്ദേഹത്തോട് പ്രത്യേകമായിട്ടൊരു ബഹുമാനമുണ്ട്. പലപ്പോഴും ഉമ്മൻചാണ്ടി പിണറായി വിജയൻ കമ്പാരിസണുകളിൽ പറയുന്നൊരു കാര്യം മുഖത്തെ ചിരിയാണ്. ഉമ്മൻചാണ്ടി എല്ലാവരെയും ചിരിച്ചുകൊണ്ടാണ് അഭിവാദ്യം ചെയ്തുകൊണ്ടിരുന്നത്. ഈ മുഖ്യമന്ത്രി പലപ്പോഴും അങ്ങനെയല്ല, കുറച്ച് ഷോൺ ഫേസ്ഡ് ആയിട്ടാണ് അദ്ദേഹത്തെ കാണപ്പെടുന്നത് എന്നുള്ളതാണ്. കൈ തന്നാണ് നിയമസഭയിലേക്ക് അന്ന് വെൽക്കം ചെയ്തിട്ടുണ്ടായിരുന്നത്. എപ്പോഴെങ്കിലും ഈ സംസാരത്തിനിടയിൽ ചിരിയെപ്പറ്റി അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. ഓരോ വ്യക്തിക്കും ഓരോ പ്രത്യേകതകളാണ്. എൻ്റെ ഫാദറിൻ്റെ പ്രത്യേകത മറ്റൊരാൾക്ക് പറഞ്ഞാൽ എനിക്ക് ഇൻസിസ്റ്റ് ചെയ്യാൻ പറ്റും. മുഖ്യമന്ത്രിയുടെ പ്രത്യേകത അദ്ദേഹത്തിന് മാത്രമുള്ളതാണ്. എൻ്റെ ഫാദർ അദ്ദേഹത്തിൻ്റെ രീതി ഐഡൻറ്റിക്കലാണ്, എന്താ പറയുക, യുണീക്കാണ്. ഓരോ വ്യക്തികളും ഓരോ രീതികളാണ്. അതിനകത്ത് ഇപ്പം നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല. ഓരോ ലീഡേഴ്സും അവരുടെ രീതിയിൽ പ്രവർത്തിക്കും. അതേ ഞാൻ കാണുന്നു. അദ്ദേഹമായിട്ടുള്ള ഒരു സംഭാഷണം, പ്രത്യേകിച്ച് MLA ആയതിനു ശേഷം, എന്തിനെ പറ്റിയായിരുന്നു? അല്ല, ഞാൻ അദ്ദേഹത്തെ ഏറ്റവും അവസാനം കണ്ടത് എൻ്റെ പിതാവ് വളരെയധികം അവസാന നിമിഷം വരെ അദ്ദേഹത്തിൻ്റെ ഡെത്ത് ബെഡിൽ പോലും വി മുരളീധരനോടും ശ്രീ യൂസഫിലോടൊക്കെ പറഞ്ഞത് നിമിഷപ്രിയ എന്ന് പറയുന്ന ആ കുട്ടിയുടെ മോചനത്തെ പറ്റി. അദ്ദേഹം ഡെത്ത് ബെഡിൽ കിടക്കുമ്പോൾ അവസാനം ഞാനത് മുഖ്യമന്ത്രിയെ കണ്ട് ഞാൻ സംസാരിച്ചതും ഈ നിമിഷപ്രിയയുടെ ഒരു മാറ്ററാണ്. നിമിഷപ്രിയയുടെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് കത്തെഴുതണം എന്ന് ഞാൻ ആവശ്യപ്പെടാനാണ് അദ്ദേഹത്തെ പോയി കണ്ടത്. അദ്ദേഹം വളരെ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യും, കത്തയക്കുകയും ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്.